കാത്തുകാത്തിരുന്ന് ആ കസ്തൂരി മാമ്പഴം ഒടുവിൽ RCBയുടെ കരങ്ങളിലേക്ക് എത്തി. കോടിക്കണക്കിന് RCB ആരാധകർക്ക് ഇന്നലെ വലിയ പെരുന്നാൾ. ടോസ് നേടിയ കിങ്സ് 11 പഞ്ചാബ് ബൗളിംഗ് തിരഞ്ഞെടുത്തു. ആദ്യ ബോൾ എറിയാനായി എത്തിയിരിക്കുന്നത് പഞ്ചാബിന്റെ കുന്തമുന അർഷദീപ് സിംഗ്. എന്നാൽ താൻ നേരിട്ട മൂന്നാമത്തെ ബോൾ തന്നെ മിഡ്-ഓണിന് മുകളിലൂടെ സിക്സർ പറത്തി സാൾട്ട് അംഗത്തിനുള്ള തുടക്കം കുറിച്ചു. എന്നാൽ ആ അംഗം അധിക നേരം നീണ്ടുനിന്നില്ല. മൂന്നാമത്തെ ഓവറിൽ ജെയ്മിസനെ സിക്സിന് ശിക്ഷിക്കാൻ ശ്രമിച്ച ഫിൽ സാൾട്ട് പുറത്തേക്ക്. പിന്നീട് അഗർവാളും വിരാട് കോഹ്ലിയും ചേർന്ന് മെല്ലെ മെല്ലെ മുന്നോട്ട് പോകുന്നു. പവർ പ്ലേ ഓവറുകളിൽ 6 ഓവറിൽ നിന്നും 56 റൺസ് നേടിയെടുക്കാൻ ആ കൂട്ടുകെട്ടിനാവുന്നു. എന്നാൽ പവർ പ്ലേക്ക് ശേഷമുള്ള ആദ്യ ഓവറിൽ തന്നെ ചഹൽ അഗർവാളിന്റെ വിക്കറ്റ് സ്വന്തമാക്കുന്നു. പിന്നീടെത്തിയത് നായകൻ കൂടിയായ പട്ടിദാറാണ്. പടുകൂറ്റൻ സിക്സറുകളുമായി നങ്കൂരമിട്ട് നിൽക്കുന്ന പട്ടിദാറിനെ ജെയ്മിസൺ വിക്കറ്റിന് മുന്നിൽ കുരുക്കി പുറത്താക്കുമ്പോൾ മറുതലയ്ക്കൽ വിരാട് കോഹ്ലി പുറത്താതെ തന്നെ നിൽക്കുന്നുമുണ്ട്. പിന്നീട് ലിവിങ്സ്റ്റണും കോഹ്ലിയും ചേർന്ന് മെല്ലെ മെല്ലെ മുന്നോട്ട് പോകുന്നു. 15-ാം ഓവറിലെ 4ാമത്തെ ബോളിൽ RCB 131 റൺസിൽ നിൽക്കുമ്പോൾ ഒമർസായുടെ പന്തിൽ കൂറ്റൻ പുൾ ഷോട്ടിന് ശ്രമിച്ച കോഹ്ലി ഒമർസായുടെ കരങ്ങളിലൊതുങ്ങി പുറത്താകുമ്പോൾ അദ്ദേഹം 35 പന്തിൽ നിന്നും 43 റൺസ് നേടിയിരുന്നു. പിന്നീട് ജിതേഷ് ശർമ്മയും ഷെപ്പേർഡും ലിവിങ്സ്റ്റണും എല്ലാം ചേർന്ന് 190 റൺസ് എന്ന മാന്യമായ സ്കോറിലേക്ക് മെല്ലെ മെല്ലെ എത്തിക്കുന്നു. തിരിച്ചടിക്കാൻ തയ്യാറായി തന്നെയാണ് പഞ്ചാബ് ഓപ്പണർമാരായ പ്രഭ് സിമ്രാനും പ്രിയൻ ഷാരിയും ക്രീസിലേക്ക് എത്തിയത്. നേരിട്ട ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി നേടിയാണ് ആര്യ തുടങ്ങിയത്. എന്നാൽ എല്ലാ കളികളിലും ഒരു കീ മൊമെന്റ് ഉണ്ടാവുമല്ലോ. അത്തരത്തിലൊന്നായിരുന്നു 5ാം ഓവറിൽ സംഭവിച്ചത്. യശ് ദയാലിന്റെ ആദ്യ ബോൾ തന്നെ മിഡ്-ഓണിന് മുകളിലൂടെ ഉയർത്തിയടിച്ച പ്രിയൻസിനെ സിക്സർ ലൈനിന് മുൻപിൽ വെച്ച് അവിസ്മരണീയമായ ഒരു ക്യാച്ചിലൂടെ ഫിൽ സാൾട്ട് പുറത്താക്കുന്നു. പിന്നീട് എത്തിയത് ഇംഗ്ലീഷാണ്. മെല്ലെ മെല്ലെ കളി മുന്നോട്ട് പോകുന്നു. 8ാം ഓവറിൽ കൃണാൽ പാണ്ഡ്യ പ്രഭ് സിമ്രാന്റെ വിക്കറ്റ് എടുക്കുന്നു. പിന്നീട് ക്രീസിലേക്ക് എത്തിയത് കഴിഞ്ഞ കളിയിലെ താരവും കിങ്സിന്റെ നായകനും കൂടിയായ ശ്രേയാസ് അയ്യരായിരുന്നു. എന്നാൽ താൻ നേരിട്ട 2ാം ബോളിൽ തന്നെ ജിതേഷ് ശർമ്മയ്ക്ക് ക്യാച്ച് നൽകി അയ്യർ പവനിയലിലേക്ക് ചേക്കേറുന്നു. അത് വല്ലാത്തൊരു പ്രഹരമായിരുന്നു പഞ്ചാബിന്. മികച്ച രീതിയിൽ കളിച്ചു വന്ന ഇംഗ്ലീഷിനെയും ലിവിങ്സ്റ്റണിന്റെ മനോഹരമായ ഒരു ക്യാച്ചിലൂടെ പുറത്തേക്കയക്കുന്നു RCB. പിന്നെയെല്ലാം വളരെ എളുപ്പമായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ പഞ്ചാബിന്റെ വിക്കറ്റുകൾ തുരുതുരാ നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. ശശാങ്ക് സിംഗ് ഒറ്റയാൾ പോരാട്ടത്തിന് ശ്രമം നടത്തിയെങ്കിലും അതൊന്നും പഞ്ചാബിന്റെ വിജയത്തിന് പാകമാകുന്ന ഒന്നല്ലായിരുന്നു. ഒടുവിൽ അത് സംഭവിച്ചു. ആ കന്നി കിരീടം, IPL പൊന്നിൻ കിരീടം RCBയുടെ കരങ്ങളിലേക്ക് തന്നെ എത്തി. 1 ലക്ഷത്തിനടുത്ത് കാണികൾ തിങ്ങി നിറഞ്ഞ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ RCB എന്ന ആരവങ്ങൾക്ക് നടുവിൽ നിറഞ്ഞ കണ്ണുകളുമായി ആ മനുഷ്യൻ നിന്നു. 18 വർഷമായി തന്നിൽ നിന്നും അകന്നു നിന്ന ആ പൊന്നിൻ കിരീടം ദൈവം തന്നിലേക്ക് എത്തിച്ച ആ നിമിഷത്തിൽ അയാളുടെ കണ്ണിൽ നിന്നും ആനന്ദാശ്രു ഇറ്റെടുത്തു. ആ കാഴ്ച ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തിൽ സ്പർശിക്കുന്നത് തന്നെയായിരുന്നു. യെസ്, ഹി ഡിസേർവ് ഇറ്റ്. അത് അയാൾ അർഹിച്ചിരുന്നു, മറ്റാരേക്കാളും.